സോ ആഫ്റ്റർ 7 years ബാക്ക് കുമ്പളങ്ങിയ നൈറ്റ്സ് എന്ന ചിത്രത്തിന് ഡയറക്ടറായിട്ടുള്ള മധു നാരായണൻ ഏറ്റവും പുതിയതായി ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തൊരുക്കാൻ പോവുകയാണ്. ഇത്തവണ ഈ ഒരു ചിത്രത്തിൽ ലീഡ് റോളിൽ എത്തുന്നത് നെസ്ലിനാണ്. നെസ്ലിൻ ഇപ്പോൾ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യ 47 എന്ന ചിത്രത്തിലാണ്. ആ ഒരു പടത്തിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഈ ഒരു പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ കറുപ്പ് ചിത്രം ഇപ്പോൾ ജസ്റ്റ് 11 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 285 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത് ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡൊക്കെ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ചിത്രം ഏകദേശം ഒരു 300 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിനെ കമൻറ്റ് സപ്ലൈയിലൂടെ തന്നെ വരാം. കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള റംബൻ എന്ന ചിത്രത്തെ പറ്റിയാണ്. പലർക്കും ഈ ഒരു ചിത്രം ഇപ്പോഴും ഓർത്തിരിക്കാൻ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. ചെമ്പൻ വിനോദിൻ്റെ തിരക്കഥയിൽ ജോഷിയുടെ ഡയറക്ഷനിൽ ഒരു ലാലേട്ടൻ പടം വരുന്നു. ഇതുതന്നെയായിരുന്നു ആ ഒരു ചിത്രത്തിന് അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഹൈപ്പ്. പക്ഷേ പറഞ്ഞ ടൈമിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊന്നും തുടങ്ങിയില്ല. അതിന് കാരണമായി കേൾക്കാൻ സാധിക്കുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ ചില സീക്വൻസും അല്ലെങ്കിൽ കഥയായിട്ട് താരതമ്യം പെടുന്ന കുറച്ച് കാര്യങ്ങളുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ റംബൻ എന്ന ഈ ഒരു ചിത്രം ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്തായി കുറേ ആൾക്കാർ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള മറ്റൊരു ചിത്രമായിരുന്നു ടിക്കി ടാക്ക എന്ന ചിത്രത്തെ പറ്റി. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ പടം ആയതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിൻ്റെ CGയിലായാലും ചിത്രത്തിന് കുറേ വർക്കുകളൊക്കെ തന്നെ പെൻഡിങ് ആയി കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരു ജൂലൈ ലാസ്റ്റ് വീക്കോടുകൂടി തന്നെ ചിത്രത്തിൻ്റെ റിലീസ് തന്നെ എക്സ്പെക്ട് ചെയ്യാനാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്ത അയാം ഗെയിമിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഗ്ലിംസ് പുറത്തിറക്കുമെന്നായിരുന്നു അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു മാസം. ബട്ട് അതിന് പകരം റിലീസ് ഡേറ്റ് ആയിരുന്നു അനൗൺസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി ചോദിച്ചുള്ളത് ടർബോ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ്. ടർബോ ചിത്രം മമ്മൂക്കയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി അടിക്കുമെന്നൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ചിത്രത്തിന് വേണ്ട നമ്മൾ പ്രതീക്ഷിച്ച അത്ര റെസ്പോൺസ് ഒന്നും അല്ല കിട്ടിയത്. ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. പാർട്ട് 2 ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും ഒരു ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും പലവരും ഈ ഒരു പാർട്ട് 2 മറന്ന അവസ്ഥയിലാണ്. കാരണം അത്ര വലിയ സാമ്പത്തിക ലാഭമൊന്നും അല്ലായിരുന്നു ടർബോ ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരെയുള്ള ജസ്റ്റ് ചാൻസസ് മാത്രം തന്നെ കാണുന്നുള്ളൂ. അടുത്തതായി ചോദിച്ചുള്ളത് സൂര്യയുടെ ലൈനപ്പിനെ കുറിച്ചാണ്. ഇപ്പോൾ സൂര്യ 47 ജിത്തു മാധവാണ്. സൂര്യ 48 നഹാസ് ഹിദായത്തായിരിക്കും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി സൂര്യ 49 സൂര്യ 50 ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്ന ലേറ്റസ്റ്റ് പേരുകൾ വെട്രിമാരനും എന്നെ കൂടാതെ തന്നെ മാരി സെൽവരാജൊക്കെ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കാം. അടുത്തതായി ചോദിച്ചുള്ളത് കാട്ടാളൻ ചിത്രത്തിൻ്റെ ഡ്യൂറേഷനാണ്. ചിത്രം 2 മണിക്കൂർ 37 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് ഹിറ്റ് 4 പരുത്തിവീരൻ 2 പറ്റിയൊക്കെ തന്നെയാണ്. ഹിറ്റ് 4 എന്ന ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. പരുത്തിവീരൻ 2 എന്ന ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെയായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഇത് കുറേ പ്രാവശ്യം ചോദിക്കുന്നുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് തന്നെ പറഞ്ഞു തീർത്തത്. ഉടൻ ചിത്രത്തിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പോയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു ഫാമിലി എൻ്റർടൈനർ ചിത്രമാണ് അതിമനോഹരം. ഇതിനെപ്പറ്റി ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള തരുൺമൂർത്തി പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ്റെ അതിമനോഹരം എന്ന ചിത്രത്തെ ഒരിക്കലും തുടരും എന്ന ചിത്രത്തെ വെച്ച് കമ്പയർ ചെയ്യരുതെന്നാണ്. കാരണം അതിമനോഹരം എന്ന ചിത്രം ആക്ഷന് വലിയ രീതിയിൽ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഓവർ ഹൈപ്പ് കയറാതിരിക്കാൻ തന്നെയാണ് തരുൺമൂർത്തി ഈ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് നമ്മുടെ രാംചരൺ നായകിനെ തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന പെഡി എന്ന ചിത്രം. ചിത്രം വരുന്നത് ജൂൺ 5 ആണ് തിയേറ്റർ റിലീസ് ഉറപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലെ രാംചരൻ്റെ ഡബ്ബിംഗ് വർക്കുകളൊക്കെ തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അല്ലു അർജുൻ്റെ ലീവിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാഗ എന്ന ചിത്രം. ബിഗില് മെർസല് പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെയൊക്കെ ഡയറക്ടറുള്ള ആറ്റ്ലിയാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തൊരുക്കുന്നത്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള ചെമ്പൻ വിനോദ് ഉണ്ടായിരിക്കുമെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമറൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ചിത്രത്തിന് ഏറ്റവും വലിയ ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുകൊണ്ടൊക്കെ തന്നെ ഏകദേശം 300 to 400 കോറൊക്കെ ഓപ്പണിംഗ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പ് വെച്ച് ഇതൊക്കെ കിട്ടാനുള്ള ചാൻസസ് ആയാലും കാണുന്നുണ്ട്. കാർത്തിയുടെ ലീലിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ 2. കാർത്തിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഏറ്റവും പുതിയൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ദീപാവലി സ്പെഷ്യൽ റിലീസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്ത ചിത്രമാണ് അർജുൻ നായകിനെ ഈ വരുന്ന തേഴ്സ്ഡേ പുറത്തിറങ്ങാനിരിക്കുന്ന ബ്ലാസ്റ്റ് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ബുക്കിങ്ങും പരിപാടികളൊക്കെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. തമിഴ് സിനിമ കാത്തിരിക്കുന്ന എക്കാലത്തെയും വലിയ റിലീസാണ് ജയിലർ 2 എന്ന ചിത്രം. ജയിലർ വഴി തലവർക്ക് കിട്ടിയ ആ ഒരു കംബാക്ക് ആരും മറന്നു കാണില്ല. അമ്മാതിരി ലെവലിലൊരു കംബാക്ക് നെൽസൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജയിലർ 2 വേണ്ടി എല്ലാവരും കാത്തിരിപ്പാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ പാച്ച് വർക്കിൻ്റെ ഷൂട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നെക്സ്റ്റ് മന്ത് മുതൽ പുറത്തിറക്കുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ റിലീസിനെ പറ്റി ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇപ്പോൾ ഏകദേശം പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിത്രം വരുന്ന സെപ്റ്റംബർ 3 വേലുമായിട്ട് തിയേറ്റർ റിലീസ് ഉറപ്പിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് മന്ത് മുതൽ ചിത്രത്തിന് ഒരു പ്രോപ്പർ അപ്ഡേറ്റ് വരുന്നതുകൊണ്ടൊക്കെ തന്നെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അതിനോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വേണ്ട എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമാണ് CID മൂസ 2. പടം ഈ ഒരു ടൈമിൽ ഇറങ്ങിയ വേണമെങ്കിൽ വലിയൊരു ഫ്ലോപ്പിലോട്ട് തന്നെ എത്താൻ പറ്റുന്ന ഒരു ചാൻസാണ്. കാരണം ആ ഒരു സിനിമയൊക്കെ ആ ഒരു ടൈമിൽ പുറത്തിറങ്ങി ഹിറ്റ് അടിച്ച ഒരു ചിത്രവും ആ ഒരു ടൈമിൽ ആർട്ടിസ്റ്റുകൾ
പരിപാടികളൊക്കെ കൂടി തന്നെ ഈ ഒരു പടത്തിന് നല്ലൊരു ബൂസ്റ്റപ്പ് കൊടുത്തുകൊണ്ടായിരുന്നു ആ ഒരു ചിത്രത്തിൽ അത്രയും വലിയൊരു സക്സസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം മാറി, കോമഡിയുടെ മീറ്റർ മാറി, കൂടാതെ തന്നെ ടെക്നോളജി മാറി, ഓരോ പടങ്ങളുടെ വ്യത്യസ്തതയായി. അങ്ങനെ മൊത്തം നിൽക്കുമ്പോൾ CID മൂസ 2 എന്ന ചിത്രമൊക്കെ ഇപ്പോൾ തിയേറ്റർ റിലീസിനെത്തണമെങ്കിൽ ആ രീതി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം അവർ പറയുന്നത്. അതിനൊരുമാതിരി നമ്മൾ ലോജിക്കാൻ നോക്കാതെന്ന് പറഞ്ഞാൽ ആ പരിപാടിയൊന്നും മൊത്തത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ തന്നെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കുറേ ആൾക്കാർ അതിനെ മാറ്റി നിർത്തി നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ആ ഒരു പടത്തെ വിജയിപ്പിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ബട്ട് ഈ ഒരു ടൈമിൽ ഇറക്കിക്കൊണ്ടൊക്കെ തന്നെ ഭയങ്കര രീതിയിലുള്ള റിസ്ക് അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജോണി ആൻ്റണി പറഞ്ഞിട്ടുള്ളത് അടുത്ത വർഷം CID മൂസ 2 തുടങ്ങുമെന്നാണ്. പക്ഷേ ഇതുവരെയായിട്ടും അവർ ചിത്രത്തിൽ ഒരു പ്രോപ്പർ വർക്കോ പരിപാടി ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി ഞാൻ പറയാൻ കാരണം ഇതിനെപ്പറ്റി എപ്പോഴും കമൻറ്റ് വഴി ഓരോരുത്തർ ഡെയിലി ഓരോ വീഡിയോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഈ ഒരു പടത്തിൻ്റെ വർക്കുകളൊന്നും തുടങ്ങാത്തതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വർഷം അവസാനത്തോടെയൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ വർക്ക് തുടങ്ങാൻ ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഈ ഒരു വർഷം അവസാനം തുടങ്ങിയാൽ പോലും അടുത്ത വർഷം ഒരു പ്രോപ്പർ തിയേറ്റർ റിലീസിനെത്താനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് പോലും ഇതുവരെയായിട്ട് ലോക്ക് ആക്കിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത വർഷം ഈ ഒരു ചിത്രത്തിൻ്റെ വർക്ക് തുടങ്ങിയാൽ തന്നെ അടുത്ത വർഷം അവസാനമോ അല്ലെങ്കിൽ ഒരു മിഡൊക്കെ ആയിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങാനായിരുന്നു പ്ലാൻ ചെയ്യുക. മേ ബി അടുത്ത വർഷം റിലീസ് പോലും കാണില്ല എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ വൈസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.